ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓപ്പോ ഒരു സ്പെഷ്യൽ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യൽ ഒന്നുമല്ല, നല്ല ടഫസ്റ്റ് ആയ മോസ്റ്റ് ഡ്യൂറബിൾ ആയ ഒരു കെ സീരീസ് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതും 15,000 താഴെ. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോൺ പെട്ടെന്ന് താഴെ വീണാലും അപകടങ്ങൾ പറ്റാത്ത ഒരു സ്ട്രെങ്ത് കൂടിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തെ വേണമെങ്കിൽ പരിഗണിക്കാമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഭാഗത്ത് വരുന്നത്, അതേപോലെ ഇതിൻ്റെ ബാറ്ററി എങ്ങനെയുണ്ട്, നല്ല ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഒക്കെ നമുക്ക് വേണം. സ്ട്രെങ്ത് മാത്രം പോരാ, ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും നന്നാവണം. ഈ കെ സീരീസ് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ഘടകങ്ങളും നന്നായിട്ട് ഇറങ്ങാറുള്ള ഒരു ഫോണാണ്. ഓപ്പോയുടെ തന്നെ ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി സീരീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ പരിഗണിക്കേണ്ട ഐറ്റമാണ്. 15,000 താഴെ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരിഗണിച്ച് വെച്ചോളൂ. സ്ട്രോങ് ആണെന്നുള്ളതാണ് പ്രത്യേകത. അൺബോക്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയാം. ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഈ കാണുന്നതാണ് ബോക്സ്. ഓപ്പോ K13Xൻ്റെ ഓപ്പോ K13X 5G ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ ബോക്സ്, അതിനകത്ത് കേസ്, ഡോക്യുമെൻറ്റേഷൻ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോൺ ദാ വരുന്നു. ഇതാണ് ഓപ്പോ K13X. ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസായിട്ടുണ്ട്. അതിലേക്ക് കൂടുതലായിട്ട് വരാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ ചാർജർ, 45 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്, ചാർജിങ് കേബിൾ ഉണ്ട്, സിം ടൂൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ അപ്പോൾ ഈ കാണുന്നതാണ് ഓപ്പോ K13X നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മെയിൻ ഘടകം ഇത് നല്ല സ്ട്രോങ് ആണ്, ടഫാണ്, ഡ്യൂറബിൾ ആണെന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഭയങ്കര ബൾക്കി ഫോണാണെന്ന്. സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. 7.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. സ്ലിം ആണ്. 194 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. സോ ലൈറ്റ് വെയിറ്റ് ആണ്. ഇനി ഇത് സ്ട്രോങ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ: 360 ഡിഗ്രി ആർമർ ബോഡിയാണ് വരുന്നത്. ഡ്രോപ്പ് റെസിസ്റ്റന്റ്, ഡാമേജ് പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ ഒരു ബിൽറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ AM04 ഹൈ സ്ട്രെങ്ത് അലുമിനിയം അലോയ് ഇന്നർ ഫ്രെയിം കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. അത് ഇതിന്റെ സ്ട്രെങ്ത്തിനെ കൂട്ടും അത്രേ. ഇതിന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ നോക്കിയാൽ ഹൈ സ്ട്രെങ്ത് റീഇൻഫോഴ്സ്ഡ് ഗ്ലാസ് ആണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ ക്രിസ്റ്റൽ ഷീൽഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഇതിന്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ പാൻ്റെ പോകലിൽ നിന്ന് ഫോൺ എടുക്കുന്ന ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിന് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. സോ ഇപ്പോൾ ഒരു സാധാരണ ഹൈറ്റിൽ നിന്നൊക്കെ വീണാലും ഒന്നും പറ്റുന്നില്ല. സോ ഡ്യൂറബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു മുൻഗണന കൊടുത്ത് ചെയ്തിരിക്കുന്നതെന്ന് വേണം മൊത്തത്തിൽ പറയാൻ. പിന്നെ അവർ പറയുന്നത് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് കൂടിയാണ്. പിന്നെ ഇതിനകത്ത് സ്പോഞ്ച് ബയോണിക് കുഷനിങ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ IP65 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റേ ഫ്ലാഷ് ടച്ച്, അതായത് മഴയൊക്കെ നനഞ്ഞിരിക്കുമ്പോഴും കൃത്യമായിട്ട് ടച്ച് ചെയ്താൽ കൃത്യമായിട്ട് ഡിസ്പ്ലേ വർക്ക് ചെയ്തോളൂ എന്നുള്ള സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പോ K12Xൽ നിന്ന് നോക്കിയാൽ K13Xലേക്ക് ഡ്യൂറബിലിറ്റിയുടെ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ജസ്റ്റ് K12X നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. സോ ഓവറോൾ നല്ല ഡ്യൂറബിൾ ആയ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 കളറുകളും വരുന്നുണ്ട് കേട്ടോ. മിഡ് നൈറ്റ് വയലറ്റ്, സൺസെറ്റ് പീച്ച്. സോ അപ്പോൾ ഇങ്ങനെ കളറ്, ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. താഴെ 3.5mm ജാക്ക് വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ലെഫ്റ്റ് സൈഡിൽ സിം സ്ലോട്ട് ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ അപ്പോൾ ഈ ഫോണിന്റെ ഡിസൈൻ, ഡ്യൂറബിലിറ്റി, ആ കാര്യങ്ങൾ ഒരു പിടി കിട്ടിയല്ലോ. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ഇയറിന്റെ ലൈഫ് സ്പാൻ ആണ് പറയുന്നത്. നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടാണ് ഉപയോഗിക്കാം. ബാറ്ററിക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല. പിന്നെ കഴിഞ്ഞ വർഷം K12Xൽ 5100 mAh ബാറ്ററി 45 വാട്ട് ചാർജിങ് ആയിരുന്നു. ഇവിടെ 6000 mAh 45 വാട്ടാണ്. സോ ഇംപ്രൂവ്ഡ് ആയ, അഡ്വാൻസ്ഡ് ആയ ഒരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബാറ്ററി സെറ്റപ്പ് ഉണ്ട്. ഒപ്പം തന്നെ ഓപ്പോയുടെ ഫോണാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പിൾ കണ്ടു നോക്കൂ. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 2 മെഗാപിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറ, 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ ആ സാമ്പിളുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക ക്യാമറയ്ക്ക് വേണ്ടി. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത 15,000 താഴെയുള്ളൊരു ഫോൺ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ക്യാമറ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അതെപ്പോഴും പേഴ്സണൽ ചോയ്സ് ആണ്. ഇഷ്ടപ്പെട്ടോ നോക്കുക. വീഡിയോ സാമ്പിളുകളൊക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ തരക്കേടില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് എന്ന രീതിയിൽ നമുക്ക് ഇതിനെ പരിഗണിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന തരത്തിലാണ് ഇതിൻ്റെ വീഡിയോ സാമ്പിളുകൾ വരുന്നത്, ഫോട്ടോ സാമ്പിളുകളും. പിന്നെ ഒബ്വിയസ്ലി AI ഫീച്ചേഴ്സ് ഈ ഫോട്ടോസിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഇപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, K12Xൽ കഴിഞ്ഞ വർഷത്തെ K12Xൽ നമുക്ക് AI ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇത്തവണയാണ് എല്ലാ അഡ്വാൻസ്ഡ് ആയ AI ഫീച്ചേഴ്സും വരുന്നത്. സോ ഇത് തീർച്ചയായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകാം. AI ഇറേസ്, അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളെ ഇറേസ് ചെയ്ത് കളയുന്ന ഇറേസർ വരുന്നുണ്ട്. ക്ലാരിറ്റി എൻഹാൻസർ, നമുക്ക് ഈസി ആയിട്ട് ക്ലാരിറ്റി ഒക്കെ കൂട്ടാൻ കഴിയും. ഫോട്ടോ അൺബ്ലർ, അതായത് ഫോട്ടോയുടെ ബ്ലറായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അൺബ്ലർ ചെയ്ത് എടുക്കുന്ന സെറ്റപ്പ് വരുന്നുണ്ട്. റിഫ്ലക്ഷൻ റിമൂവൽ, എന്തെങ്കിലും റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാൻ സഹായിക്കുന്ന സംവിധാനം. അങ്ങനെ ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഫോട്ടോസിൻ്റെയും ക്യാമറയുടെ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. സോ ക്യാമറ മൊത്തത്തിൽ AI ഫീച്ചേഴ്സ് അടക്കം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. 1000 nits ബ്രൈറ്റ്നസ് വരുന്ന LCD ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 750 nits ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 1000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സ്പ്ലാഷ് ടച്ച്, ഗ്ലൗ ടച്ച് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, വെള്ളമൊക്കെ ആയാലും ഡിസ്പ്ലേയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും.
ചെയ്തോളും. ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിലും ആമസോണിലൊന്നും HD സർട്ടിഫിക്കേഷൻ ഉണ്ടായില്ല. ഇത്തവണ ആമസോണിലൊക്കെ HD വീഡിയോ കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റിയാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഔട്ട്ഡോറെ കൊണ്ട് ഉപയോഗിക്കുമ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഡീസൻ്റ് ആയിട്ട് 15000 താഴെയുള്ള ഒരു ഫോൺ എങ്ങനെയൊക്കെ നമുക്കൊരു ക്വാളിറ്റി തരണോ ആ രീതിയിലുള്ള ക്വാളിറ്റിയൊക്കെ തരുന്നുണ്ട്. ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേയും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് അതും അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന പ്രോസറാണ്. LPDDR4X റാമും UFS 2.0 സ്റ്റോറേജുമാണ് വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു സെറ്റപ്പ് നോക്കിയാൽ ഈ പ്രൈസിന് ഒരു ഡീസൻറ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. പെർഫോമൻസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ കാറ്റഗറിയിൽ വെച്ചിരുന്ന ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചോളൂ. ബാക്കി എല്ലാം നന്നാക്കിയിട്ടുണ്ട്. ഇതിൽ മാത്രം മാറ്റം കൊണ്ടുവന്നിട്ടില്ല. വിലയും മാറ്റിയിട്ടില്ല എന്നുള്ളത് കൂടി ഞാനൊന്ന് പറയാണ്. അല്ല, ഞാൻ അവസാനം പറയാം. എന്തായാലും പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ക്ലിയർ ആയിട്ട് പറയാം. അത്യാവശ്യം ചെറുകിട ഗെയിമുകളൊക്കെ കളിക്കണമെങ്കിൽ ഇതായി കാണുന്ന പോലെ കളിക്കാൻ വലിയ വിഷയമൊന്നും വരാനില്ല. ColorOS 15 Android 15 ബേസ്ഡ് ആണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. നൈസായിട്ടുള്ള UI കാര്യങ്ങളൊക്കെയാണ്. കുറേ പരസ്യ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. വേണ്ടാത്തൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്താൽ നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഗൂഗിൾ ജെമിനി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് സൈഡ് ബട്ടൺ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഗൂഗിൾ ജെമിനി വരും. അതിനെ കൊണ്ട് വേണ്ട പണിയൊക്കെ എടുപ്പിക്കുകയും ചെയ്യാം. പിന്നെ കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ, കോൾ, നെറ്റ്വർക്ക്, അതിലൊന്നും വലിയ വിഷയങ്ങൾ കണ്ടില്ല. Wi-Fi 5 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. പിന്നെ 3.5 ജാക്കും വരുന്നുണ്ട്. സോ അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. അതിപ്പോൾ 15000 താഴെ ഫോണുകളിലേക്ക് കാണുന്നുള്ളൂ. എന്തായാലും അതും കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയ ഒരു ഫോൺ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, ഡ്യൂറബിലിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നന്നായിരിക്കും. കാരണം 360° ആർമർ പ്രൊട്ടക്ഷൻ, IP65 റേറ്റിംഗ്, അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനുകളും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 6000 mAh നല്ല ലാർജ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ 120 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാമറ നിങ്ങൾ കണ്ട പോലെയുണ്ട്. അത് ഇഷ്ടപ്പെട്ടോ നോക്കുക. എന്തായാലും ഓവറോൾ കുഴപ്പമില്ല. അത് ഡീസൻ്റ് ആയ ലെവലിലുള്ള ഡ്യൂറബിലിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഫോൺ എന്ന രീതിയിൽ ഈ ഫോൺ തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളൂ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രൈസ് 10,990 ഇതിൻ്റെ ഓഫർ അടക്കമുള്ള പ്രൈസ് വരുന്നത്. ഈ പ്രൈസിന് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പ്രൈസ് കൂടി നോക്കിയിട്ട് വേണമല്ലോ കമൻറ്റ് ചെയ്യാൻ. സോ പ്രൈസ് കൂടി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. അൺബോക്സ് ചെയ്ത് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ് ഞാനോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെയിൽ വരുന്നത് 27-ാം തീയതിയാണ്. ഫ്ലിപ്കാർട്ടിലാണ് സെയിൽ വരുന്നത്. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. Oppo K13X പതിവ് പോലെ തന്നെ ഒരു ഓപ്പോയുടെ ഡീസൻ്റ് ആയ വാല്യൂ ഫോർ മണി ആയ ഒരു ഫോൺ എന്ന് പറയാം. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.